നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അസുഖം ഡാൻഡ്രഫ് അഥവാ താരനെക്കുറിച്ചാണ്. നമുക്കറിയാം പലർക്കും താരൻ കാരണം പല ശല്യങ്ങളും താരൻ കാരണം ഡ്രസ്സിൽ ഇവിടെ വെള്ളപ്പൊടി വീഴുന്നതും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് സെൻസേഷൻ താരൻ കാരണമുള്ളവരായിരിക്കാം. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടാവാം. ഒരു മെയിനായിട്ടുള്ളൊരു കോസ്മെറ്റിക് പ്രോബ്ലം കൂടിയാണ് ഇപ്പം താരൻ, അല്ലേ? അപ്പം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ മുടി കുളിച്ചിട്ട് ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ താരൻ വരാം. അത് കെട്ടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താരൻ വരാം. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമ്മളിപ്പോഴും നേരിടുന്നു. അപ്പം അതിനൊക്കെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്. പൊതുവേ താരൻ എല്ലാവരും ആയുർവേദത്തിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അതിന് തീർച്ചയായിട്ടും ആയുർവേദത്തിൽ മരുന്നുണ്ട്. നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് മുടികൊഴിച്ചിലാണ്, ആൻഡ്രോജനിക് ആണോ, അതിന് പല മുടികൊഴിച്ചിലിൻ്റെ പല പല സ്റ്റേജുകളുണ്ട്. അത് മുടികൊഴിച്ചിലിനൊരു കാരണമാണ് ഈ താരൻ എന്ന് പറയുന്നത്. അപ്പം താരൻ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിലാണ് നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കേണ്ടത്. അല്ലാതെ ആ ആൾക്ക് ഇന്ന ആൾക്ക് ഇത് കൊടുത്തിട്ട് മാറി പക്ഷേ എനിക്ക് മാറിയില്ല എന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. കാരണം അയാളുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ ദേഹപ്രകൃതിക്ക് ആ ഒരു മരുന്ന് ആ ഒരു അസുഖത്തിന് അത് മതിയായിരിക്കും. പക്ഷെ മറ്റൊരാൾക്ക് അത് മതിയാവണമെന്നില്ല. അത് തന്നെയാണ് ആയുർവേദത്തിൻ്റെ പ്രത്യേകതയും. നമുക്ക് എല്ലാവരിലും ഒരേ ടൈപ്പ് ഓഫ് മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആയിട്ട് ഒരു ഡോക്ടറിൻ്റെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റിയും തിരിച്ചും നമ്മൾ പല കോമ്പിനേഷൻസിലാണ് ആയുർവേദ മരുന്ന് കൊടുത്തിട്ട് ഫലവത്തായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താരന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയുർവേദത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ ചില ജീവിതശൈലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ താരൻ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ്. പലപ്പോഴും താരൻ പോവാറുണ്ട്, പക്ഷേ ഉടനെ തന്നെ അത് റിലാപ്സ് ചെയ്യുന്ന ഒരു കണ്ടീഷനും കാണാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് മരുന്നുകളും ആഹാരക്രമങ്ങളും ഒക്കെ കൊണ്ട് നമുക്കതിനെ അണ്ടർ കൺട്രോൾ വരുത്താൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കണ്ണ് ചൊറിച്ചിൽ, ബ്ലെഫറൈറ്റിസിനെ കുറിച്ചുള്ള. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണമായിട്ട് നമുക്ക് താരനെയും പറയാവുന്നതാണ്. കാരണം അതിൻ്റെ പൊടികൾ തന്നെ നമ്മുടെ കൺപീലികളിലൊക്കെ വന്നിട്ട് അത് പ്രശ്നമായിട്ട് കാണാറുണ്ട്. അപ്പം അതിനെയും ട്രീറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ താരനെയാണ് അഡ്രസ്സ് ചെയ്തത്. അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ബ്ലെഫറൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്കിലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അല്ല നമ്മൾ ബ്ലെഫറൈറ്റിസിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം അതിൻ്റെ മൂലകാരണത്തിന് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഡിസീസിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം താരൻ എന്നുള്ള ആ ഒരു വ്യാധിയെ പല തൈലങ്ങളാവാം, ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്നുകൾ ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ പുറമെ പരട്ടാൻ ലേപനങ്ങൾ ഉണ്ടാവാം, തല കുളിക്കാൻ അതിന് മുന്നേ നമ്മൾ ഷാമ്പു ആയിട്ടല്ല അതിന് പകരമായിട്ടുള്ള പൊടികൾ തേച്ച് കഴുകാൻ പറയുന്നുണ്ടാവും. അതൊക്കെ ഓരോരോ ആൾക്കാരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ആയുർവേദം വിധിക്കുന്ന മരുന്നുകളായിട്ടുള്ളത്. അല്ലാതെ കോമൺ ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് പലപ്പോഴും എല്ലാവരിലും ഫലപ്രദമാവാറില്ല. പക്ഷേ ഓരോരുത്തരുടെയും ദേഹപ്രകൃതി അനുസരിച്ച് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ താരനെ ചികിത്സിക്കാവുന്നതാണ്.